warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin wa ala alihi wa sahbihi ajma'in wa ba'd. അയ്യുൽ ഇഖ്വ ഇത്തഖുല്ലാഹ്. ബഹുമാന്യ സഹോദരങ്ങളെ, നമ്മളൊരു മഹത്തായ കർമ്മവും ഭംഗിയായി അവസാനിപ്പിച്ച് നോമ്പെടുത്ത് ഒരു കൊല്ലത്തെ പാപം പൊറുക്കപ്പെട്ട് ഒരു കൊല്ലം ശേഷവും ഒരു കൊല്ലം മുമ്പും രണ്ടും നമുക്ക് പൊറുക്കപ്പെട്ട രീതിയിൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ നോമ്പ് അവസാനിപ്പിച്ചു. ഈ ഒരു തുടർന്നുള്ള ഈ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ക്യാമ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലർക്കും അറിയാവുന്നതാണ്, എന്നാൽ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ മിസ്സിങ് ഉണ്ടാവും. അപ്പോൾ ഇത്തരം സദസ്സുകളിലൂടെ അതൊക്കെ നിവർത്തിച്ച് ഓർമ്മപ്പെടുത്തി അങ്ങനെ ഈമാനും തഖ്വയും പുതുക്കി നമ്മുടെ വിജ്ഞാനം കൂടുതൽ പ്രശോഭിതമായ രീതിയിൽ നമുക്ക് ഇടയിലെ കൂടുതൽ വിജ്ഞാനം ആർജിച്ചുകൊണ്ട് നമ്മുടെ ഇൽമും അതനുസരിച്ചുള്ള ഈമാനും ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മളിവിടെ ഇന്ന് ഈ ക്യാമ്പിൽ നിശ്ചയിച്ചിട്ടുള്ള രണ്ടാമത്തെ വിഷയമാണ് സൂറത്ത് ഫാത്തിഹയെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹ നമുക്കറിയാവുന്നതുപോലെ അത് ഇസ്ലാമിൻ്റെ ഒരു മാനിഫെസ്റ്റോ ആണ്. ഖുർആനിൻ്റെ സ്വാംശീകരിച്ചെടുത്ത സത്താണ്. ആ ഫാത്തിഹ എന്ന പേര് തന്നെ പ്രാരംഭം എന്ന അർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹ എന്നർത്ഥം വരുന്ന നാമകരണം ചെയ്തിരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ എന്നാണ്. വിവിധങ്ങളായ പേരുകൾ ആ സൂറത്തിന് നൽകപ്പെട്ടിരിക്കുന്നു. ഹദീസിലൂടെയും മറ്റനേകം പേരുകൾ സഹാബികൾ തന്നെ പേരുകളിട്ടതായിട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലെ സൂറത്തുൽ ഫാത്തിഹ നമുക്കറിയാവുന്നതുപോലെ ഒരു മുസ്ലിം നിർബന്ധമായും ഒരു ദിവസം എത്ര പ്രാവശ്യം പറയണം? 17 പ്രാവശ്യം നമ്മൾ പറഞ്ഞേ പറ്റൂ. ആ പാരായണം കൃത്യമായി ശ്രദ്ധാപൂർവം അത് ചെയ്യപ്പെടണം. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ പ്രാധാന്യം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. ഒരു മുസ്ലിം ആകാൻ വേണ്ട പ്രാഥമികമായ ഒരു വിഷയമാണ് നമസ്കാരം നിലനിർത്തുക എന്നുള്ളത്. നമസ്കാരത്തിൽ ഫാത്തിഹ ഇല്ലാതെ നമസ്കരിച്ചാൽ, അതായത് ഫാത്തിഹ ഒരാൾ പൂർത്തിയാക്കാണ്ടോ ഫാത്തിഹ ഓതാതെയോ വമല്ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ് ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്, അങ്ങനെയാണ്. ഫാത്തിഹ ഓതാത്ത ആൾക്ക് നിസ്കാരമില്ലെന്നാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട റൂഹ് ഫാത്തിഹയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ അർത്ഥത്തിലുള്ള പേരുകൾ ഫാത്തിഹയ്ക്ക് ധാരാളമായി വന്നിട്ടുണ്ട്. ഉമ്മുൽ ഖുർആൻ എന്നൊരു പേരാണ്, ഉമ്മുൽ കിതാബ് മറ്റൊരു പേരാണ്. ഇതൊക്കെ സമാനമായ ആശയങ്ങളുള്ളതാണ്. അതായത് ഖുർആനിൻ്റെ അല്ലെങ്കിൽ കിതാബിൻ്റെ സത്ത, എസൻസ്, എന്ന്. അതായത് സൂറത്തുൽ ഫാത്തിഹയിൽ ഘടിപ്പിച്ചു വച്ചിരിക്കുന്ന അന്തസ്സാരം, അതിൻ്റെ വിശദീകരണമാണ് തുടർന്നുള്ള സൂറത്തുകളിലൂടെ ഖുർആനിൽ നമ്മൾ പഠിക്കുന്നത്. അതായത് ഖുർആനിൽ വിശദീകരിക്കാൻ പോകുന്ന കാര്യത്തിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ സത്തകളും സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ആ ഫാത്തിഹയെക്കുറിച്ച് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നിസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ, അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെ അത് ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യുമ്പോഴാണ് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനു വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലം കൃത്യമായിട്ട് ലഭിക്കുക.
അതായത് ഖുർആൻ പറയുന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം മ്ലേച്ഛവൃത്തികളിൽ നിന്നും തടയുന്നു എന്ന് പറയുന്നതിൽ നമ്മൾ നമസ്കാരത്തിൽ ഉരുവിടുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ വേണം. പ്രത്യേകിച്ച് ഫാത്തിഹയിൽ എന്താണ് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മുനാജാത്ത് ചെയ്തുകൊണ്ട് നേർക്കുനേരെ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ വേണം. അതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ഇസ്ലാമിൻ്റെ ഒരു അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇസ്ലാമിക ജീവിതം. അല്ലാതെ ഇങ്ങനെ ഒരു ഹാബിച്വൽ ആക്ഷൻ പോലെ സാധാരണഗതിയിൽ നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ, സാധാരണ നേരത്തെ ബൈഹാർട്ട് പഠിക്കപ്പെട്ടൊരു സാധനം, അതിങ്ങനെ നിസ്കാരവും സാധാരണഗതിയിൽ ഇങ്ങനെ ഹാബിച്വലായി സ്വാഭാവികമായി നടന്നു പോകുന്നൊരു സംഗതിയാകുമ്പോൾ ഒരിക്കലും നമസ്കാരത്തിന് ഒരു നമുക്ക് സംസ്കരണം നൽകാൻ സാധിക്കാത്ത രീതിയിൽ അതൊരു ചടങ്ങായി മാറും. അസ്സലാത്തു ബൈന സ്വലാത്തി കഫാരത്തും ബിമാ ബൈനഹുമാന്നല്ലേ. ഒരു നിസ്കാരവും അടുത്ത നിസ്കാരവും അതിനിടയിലുള്ള പാവങ്ങളൊക്കെ പുറത്തു പോകുന്ന ഭയങ്കര മാസ്മരികമായൊരു പ്രക്രിയയാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ. ആ നമസ്കാരം അർത്ഥതലങ്ങളിലേക്ക് കടന്നുകൊണ്ടുള്ള ഒരു ആത്മാർപ്പണം നടത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് സൂറത്തുൽ ഫാത്തിഹ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. അതിൽ നമ്മൾ ഉരുവിടുന്ന ആദർശ പ്രഖ്യാപനം നമ്മളത് കൃത്യമായി അത് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ നമസ്കാരം ജീവസുറ്റതാക്കി കൊണ്ടുപോകാൻ സാധിക്കുക. ഒരുപാട് പേരുകൾ ഈ സൂറത്തിന് സബ്ഉൽ മസാനി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പേര് ഖുർആനിൽ തന്നെ വന്നിട്ടുള്ള പേരാണ് സബ്ഉൽ മസാനി. അത് ഈ പറഞ്ഞ ആവർത്തിത വചനങ്ങൾ എന്ന് പറയുന്നതും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് പല തവണയായി നിസ്കാരത്തിൽ തന്നെ എത്രയും അധികം, അത് ഫർള് നിസ്കാരത്തിൽ 17 പറഞ്ഞത്, സുന്നത്ത് നമസ്കാരം അതിനോട് നിസ്കരിക്കുന്ന എത്ര ഉണ്ടോ അത്രയും തവണകൾ നമ്മൾ ഇത് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹു മുസ്ലിമിന് നിശ്ചയിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതിൽ പ്രധാനമായി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോഴുണ്ടാകാം നമുക്ക് സൂറത്തിൻ്റെ തുടക്കം മുതൽ ആയത്തിൻ്റെ അർത്ഥങ്ങൾ ഒന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലൊന്ന് പറയാമോ? ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അതതിൽ മനസ്സിലാക്കാൻ വെച്ചിട്ട് അതൊക്കെ നമ്മൾ എനിക്ക് പറഞ്ഞു. പിന്നെ അത് ഞാൻ ലാസ്റ്റ് പറയാം. സൂറത്ത് അത് ഞാനൊന്ന് പാരായണം ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒന്ന് പാരായണം ചെയ്താൽ കുറച്ചൊരു എനർജി കിട്ടുമെന്ന് വിചാരിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് അക്ഷരശുദ്ധിയോടുകൂടി പാരായണം ചെയ്യപ്പെടുക എന്നുള്ളത് അത് തിലാവത്തിൻ്റെ ഒരു ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരു മര്യാദയാണ്. അതിൽ തെറ്റുവരുത്തിയാൽ ആസിമുൻ എന്നാണ് പറഞ്ഞത്. അതായത് കുറ്റകരമായ തെറ്റുകൾ, ഫത്ഹ് കസ്റുകൾക്കൊക്കെ വ്യത്യാസം വന്നാൽ വളരെ അതെ ജലീയായ തെറ്റുകളാണെന്ന് പറയും. ആ രീതി ശ്രദ്ധാപൂർവം ഖുർആൻ ഓതേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദീർഘമുള്ള സ്ഥലത്ത് ദീർഘം വെക്കാനും മണിക്കേണ്ട സ്ഥലത്ത് മലിക്കാനും തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്തത്. അപ്പോഴാണ് അതിൻ്റെ അർത്ഥവും നമുക്ക് കൃത്യമായിട്ട് ആസ്വദിക്കാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കുക.
കൂടുതൽ അത് നമ്മൾ അറിയാത്തവർ കൂടുതൽ ഭംഗിയായി പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇവിടെ ഒരു ആ രീതിയിൽ വിശകലനം ചെയ്യാനോ വിശദമായൊരു പഠനത്തിൻ്റെ എല്ലാ സന്ദർഭമല്ലാത്തതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊരു ധാരണ സൃഷ്ടിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ഈ ക്യാമ്പിലെ ഉദ്ദേശം. അപ്പോൾ ഒന്നാമത്തെ ആദ്യമായി നമ്മൾ പാരായണം ചെയ്യുന്നത് ഇസ്തിആദത്താണ്. ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അത് ഖുർആനിലെ വചനമല്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നത് ഖുർആനിലെ വചനമല്ല. പിന്നെ അതെന്താണ്? ഖുർആൻ്റെ നിർദ്ദേശമാണ്. ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഖുർആൻ ഓതുകയാണെങ്കിൽ ശൈത്താനിൽ നിന്നും നിങ്ങൾ ശരണം തേടിയിരിക്കണം, രക്ഷ തേടണം പഠിച്ച തമ്പുരാനിൽ. ശൈത്താനെക്കുറിച്ചുള്ള വിഷയങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഇബ്ലീസിനെ കുറിച്ചറിയാം. ഇബ്ലീസ് മനുഷ്യന്മാരിൽ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നറിയാം. ഒക്കെ വിശദമായിട്ട് നമുക്ക് പോകാനുള്ള സമയമില്ല. ആ പിശാചിൻ്റെ ശൈത്താൻ്റെ നമ്മുടെ മനസ്സിൽ നമുക്ക് അറിയാത്ത രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്ന സ്വാധീന വലയത്തിൽ രക്ഷപ്പെടാൻ മാർഗം അള്ളാഹുവിൽ ശരണം തേടുക എന്ന് മാത്രമേ സാധ്യമാകുള്ളൂ. വേറൊരു തരത്തിലും പിശാചിൻ്റെ ശറിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇസ്തിആദത്ത് എന്നാണ് പറയുക, ശരണതേട്ടം. ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. അത് പല സന്ദർഭങ്ങളിലായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്തിആദത്ത് ചെയ്യാൻ വേണ്ടി ദേഷ്യം പിടിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തും അങ്ങനെ മോശമായ കാര്യങ്ങൾ, പിന്നെ നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന പ്രേരണകൾ, ദുഷ്പ്രേരണകൾ, കാഴ്ചകളൊക്കെ കാണുന്നതൊക്കെ നമ്മളത് പറയും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ശൈത്താനിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻസ്പിറേഷൻ നമ്മളിൽ സ്വാധീനിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ ഇസ്തിആദത്ത് നടത്തും. അപ്പോൾ ഖുർആനിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇസ്തിആദത്തോടുകൂടി തുടങ്ങണം. അതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് പാരായണം ചെയ്യുമ്പം ഖുർആൻ പാരായണം ചെയ്യുന്ന രീതിയിൽ തന്നെ അതും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പാരായണം ചെയ്യും. ഇനി അടുത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടുത്തത് നമ്മൾ പറയും. അതിന് ബസ്മല എന്ന് പറയും. ചുരുക്കത്തിൽ അറബിയിൽ പറയുന്നു. ഇസ്തിആദ എന്ന് പറയുന്ന പോലെ ബസ്മല എന്ന് പറയും. ബസ്മല എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു എന്ന് പറയാം. ഖുർആനിലെ വാചകമാണെന്ന് നിങ്ങൾക്കറിയാം. എല്ലാ സൂറത്തിൻ്റെയും ആദ്യം അത് ഘടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഖുർആൻ്റെ ആയത്തുകളുടെ ഉള്ളിൽ തന്നെ ആയത്തൊന്നായിട്ട് ഉണ്ട്, അല്ലേ? ഇന്നഹു മിൻ സുലൈമാന ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് സുലൈമാൻ നബി ബിൽഖീസ് രാജ്ഞിക്ക് എഴുതിയ കത്തിൻ്റെ തുടക്കം പറയുന്നതിൽ ഖുർആനിൽ ആയത്തിനുള്ളിൽ തന്നെ സാധനമുണ്ട്. അതിങ്ങനെയുള്ളത് ഇന്നഹു മിൻ സുലൈമാന ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഖുർആനിൽ തന്നെ ഉള്ളിൽ തന്നെ ആയത്തുണ്ട്. അപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ ബസ്മല അള്ളാഹുവിൻ്റെ നാമത്തിൽ നാം ആരംഭിക്കുന്നു എന്നാണ്. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്നവരും അള്ളാഹുവിൻ്റെ നാമത്തിലാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. അത് അങ്ങനെ അല്ലാത്തത് ഒരു ഇസ്ലാമിൻ്റെ സംസ്കാരമല്ല. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതും അള്ളാഹുവിനെ മുൻനിർത്തി ആണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ടാണ് നാം അത് ചെയ്യുന്നത്, ഇല്ലേ? അപ്പോൾ നമ്മൾ ബിസ്മില്ല അതിൽ അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങും. ആണ് മുസ്ലിമിൻ്റെ ഒരു സംസ്കാരം. അള്ളാഹിൻ്റെ നാമത്തിൽ ഒരു കാര്യം ഒരാൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ അതെന്താണ്? നിഷ്ഫലമാണ്, ഫലശൂന്യമാണ്, അബദ്ധറാണ്. അപ്പം എന്താണ് അതിൻ്റെ അഖീദ, അതിൻ്റെ താല്പര്യം എന്താണ്? മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നുവോ അതെന്താണ് ഭാവിയിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് യാതൊരു ധാരണ നമുക്കില്ല. നമ്മൾ തുടങ്ങാൻ പോവാണ്. ഇനി എങ്ങനെയൊക്കെയാണ് അവസാനിക്കുക, എവിടെയൊക്കെയാണൊക്കെ പോവുക, ഇതിൻ്റെയൊക്കെ ഭാവി മുഴുവനും അള്ളാഹുവിൻ്റെ കയ്യിലുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ ബിസ്മില്ലാ, പുറത്തേക്ക് റൂമിൽ നിന്ന് പോകുന്ന നേരം ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ്, എവിടെ നോക്കിയാലും നമ്മൾ തുടങ്ങുന്നതൊക്കെ ബിസ്മി കൊണ്ടാണ്. അതാണ് അതിൻ്റെ ഒരു ഇസ്ലാമികമായ സംസ്കാരം. അതിനൊരു അഖീദയുണ്ട്. അത് വെറുതെ ഒരു ബിസ്മില്ല പറയുന്നതല്ല, അള്ളാഹുൽ തവക്കുലാക്കുകയാണ്. അള്ളാഹിൻ്റെ നാമത്തിൽ ഞാനിതാ തുടങ്ങുന്നു, യാത്ര തുടങ്ങുന്നു, അല്ലെങ്കിൽ ഞാൻ ഖുർആൻ ഓതാൻ തുടങ്ങുന്നു
അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ, ആരൊക്കെ ഇടപെടും, എന്തൊക്കെ ദുർഘടങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ അള്ളാഹുവിൽ കാവൽ, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു, എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന ആ ഒരു മഅയ്യത്ത്, അള്ളാഹു എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ദൃഢബോധ്യവും ഒരു സുരക്ഷിതത്വ ബോധവുമാണ് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മുടെ സംസ്കാരമായി മാറും. അതേപോലെ തന്നെ ആ ഒരു സംസ്കാരം തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ളൊരു പ്രേരണ കൂടിയാണ്. എന്ത് കാര്യം ചെയ്യുന്നവരും ബിസ്മി പരിശീലിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളൊരു തെറ്റ് ചെയ്യാൻ പോകുന്നവരും ഒരു സംഗതി ചെയ്യാൻ പോവാണല്ലോ, അപ്പം ബിസ്മി ഓർമ്മ വരും. അപ്പം ബിസ്മില്ലാഹിർ റഹ്മാൻ പറയാൻ നോക്കുന്നവരും അവിടെ ഒരു ബ്ലോക്ക് വരും. ഇതെനിക്ക് ചെയ്യാൻ പറ്റാത്ത, എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു സംഗതിയാണ്, ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തടസ്സവും ഈ ബിസ്മി ശീലിച്ചവനെ കൊണ്ട് ആ രീതിയിൽ അവൻ്റെ ഈമാനും അവൻ്റെ സംസ്കാരവും അവനെ തെറ്റിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്യും. ഏതായാലും ഇവിടെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതാണ് സൂറത്ത് ഫാത്തിഹയിലെ 1-ാമത്തെ ആയത്താണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരും. അതല്ല, അത് എല്ലാ സൂറത്തുകളുടെയും തുടക്കം എന്ന നിലക്ക് ബിസ്മില്ലാഹി ഘടിപ്പിച്ചതാണ്. പിന്നെ സൂറത്തിലുള്ള ഖുർആനിലുള്ള ആയത്ത് എന്ന് പറയുന്നത് ഇന്നഹു മിൻ സുലൈമാൻ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ആയത്താണെന്നും മറ്റെല്ലാ സൂറത്തുകളുടെയും തലവാചകം എല്ലാം തുടങ്ങുന്നത് ബിസ്മി ആവണം എന്നുള്ളത് കൊണ്ട് ഘടിപ്പിച്ചതാണെന്ന് പറഞ്ഞത് 2 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ്. ഏതാണ് സൂറത്തുൽ ഫാത്തിഹ 7 ആയത്ത്, നേരത്തെ പറഞ്ഞ പോലെ സബഉൽ മസാനി എന്നാണ് അതിൻ്റെ പേര്. 7 ആയത്തുകളാണ് സൂറത്ത് ഫാത്തിഹയിലുള്ളത്. അത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഒന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തുടങ്ങി അവസാനം വരെ പ്രബലമായ അഭിപ്രായവും അതാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കൂടി ചേർത്താണ് ഉള്ളത് എങ്കിൽ അങ്ങനെ നമ്മുടെ മദീന മുസ്ഹഫിലൊക്കെ ആയത്ത് 1-ാം നമ്പർ ആയത്തായിട്ട് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ അങ്ങനെ ആരും ഇങ്ങനെ ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കി വെക്കുക എന്ന് പറയും. അത് ശരി അല്ല, ഇത് ശരി എന്നല്ല, അല്ല അത് തെറ്റ് ഇത് തെറ്റ് എന്നല്ല, ഏതായാലും ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാഴ്ചപ്പാടുകളെന്ന് മനസ്സിലാക്കുക. അതായത് 7 ആയത്തുകൾ ആണ് ഉള്ളത്, അതിന് തർക്കമില്ല. അവൻ ബിസ്മി കൂട്ടിയാണെങ്കിൽ അവസാനത്തെ ആയത്ത് ഒന്നായിട്ട് ഓതും. അതായത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് ഒന്നിച്ച് ഓതുന്നത് 7 നിങ്ങൾ കൂട്ടിയൊക്കെ കിട്ടും. ഇനി അതല്ല അൽഹംദു തൊട്ടാ ഓതുന്നെങ്കിൽ ഇവിടെ ആ ഭാഗത്ത് ഒരു മുറിവ് വരും. അങ്ങനെ 2 ആയത്തായി ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നാവും. അപ്പോൾ 7 ആവും. അപ്പോൾ എങ്ങനെയാലും 7 സബഉൽ മസാനി 7 ആവർത്തിത വചനങ്ങൾ എന്ന് ഖുർആൻ പേര് വെച്ച സൂറത്താണ്. അതിൽ 7 ആയത്തുകളാണുള്ളത്. 1-ാമത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ പറഞ്ഞ പോലെ വെക്കുകയാണെങ്കിൽ അതിനർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമത്തിൽ, അർ റഹ്മാൻ അർ റഹീം അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട സിഫത്തുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട 2 സിഫത്തുകളാണ് ആ അള്ളാഹുവിനോട് ചേർത്ത് നമ്മൾ പറയുന്നത്. ഒന്ന് അർ റഹ്മാൻ ആണ്, ഒന്ന് റഹീമാണ്. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ പരമകാരുണ്യകൻ, പരമകാരുണ്യകൻ എന്ന് വെച്ചാൽ പരമമായി എല്ലാവരോടും കരുണ ചെയ്യുന്നവൻ, ഒരു വകഭേദവുമില്ലാതെ കരുണ എന്നത് എല്ലാ സൃഷ്ടിജാലങ്ങളിലും അവൻ്റെ കരുണയോടുകൂടിയാണ്. റഹ്മത്തി വസിഅത് കുല്ല ശൈ, എല്ലാറ്റിലും അവൻ്റെ കരുണ നിറഞ്ഞു നിൽക്കുന്നു, എല്ലാവരോടും കരുണ, ആരോടും ഒരു ഇതുമില്ല. അർ റഹീം എന്ന ഇത് നേരത്തെ സലാഹുദ്ദീൻ പറഞ്ഞ പോലെ റഹീം എന്നത് അത് വളരെ ഗുരുതരമാണ്. അത് വളരെ സെലക്റ്റീവായിട്ട് കരുണ ചെയ്യുന്നതാണ്. അള്ളാഹുവിന് വഴിപ്പെട്ടവർക്ക് മാത്രം, വിശ്വാസികൾക്ക് മാത്രമുള്ള കരുണയാണ്. ഇത് 2 കൂടി ചേർത്താണ് നമ്മൾ അള്ളാഹുവിനെ പറയുന്നത്. അതും അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട സിഫത്തുകൾ തുടങ്ങുന്നത് തന്നെ അങ്ങനെയല്ല, ഹുവർ റഹ്മാനുർ റഹീം അല്ലേ. എന്നാൽ ബാക്കി സിഫത്തുകളൊക്കെ 99 സിഫത്തുകളതിന് ശേഷം ഇങ്ങനെ വരുന്നത്. ആദ്യത്തെ 2 സിഫത്ത് തന്നെ അതാകുന്നു. ആ സിഫത്ത് ഒന്ന് അർ റഹ്മാനാണ്, ഒന്ന് റഹീമാണ്. ഇത് രണ്ടും വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. പരമമായി അവൻ്റെ കാരുണ്യത്തിലാണ് നമ്മളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. നമ്മൾ ഏത് തോന്നിവാസിയായാലും തെറ്റുകാരനായാലും എന്ത് കുഴപ്പമുണ്ടാക്കിയാലും അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ട ആ ഒരു കാരുണ്യം കിട്ടിക്കൊണ്ടേയിരിക്കും. അത് ഈ ദുനിയാവിൻ്റെ അള്ളാഹ് സൃഷ്ടിച്ച് വെച്ചൊരു ഘടനയാണ്. അത് ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുകയും വേണം. അപ്പോൾ നമ്മൾ അള്ളാഹിൻ്റെ ആ ഒരു റഹ്മാൻ എന്നുള്ള സിഫത്തിൻ്റെ ഔദാര്യത്തിൽ കഴിഞ്ഞു പോകുന്നവരായിത്തീരും. പക്ഷേ നമുക്ക് പ്രത്യേകമായി അള്ളാഹുവിങ്കിൽ നിന്ന് കിട്ടേണ്ട അത്
വിശ്വാസികൾ എന്നവർക്ക് കിട്ടണമെങ്കിൽ ഈ റഹീം എന്ന് പറഞ്ഞ സിഫത്തിൻ്റെ പൊരുൾ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അത് ഈ രണ്ടും ദുനിയാവും ആഖിറവും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാൻ, അതിൻ്റെ ജീവിതക്രമം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ റഹ്മാനും റഹീമുമായ റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു എന്നാണ് ഒന്നാമത്തെ ആയത്ത്. രണ്ടാമത്തത് അല്ലെങ്കിൽ സൂറത്ത് മറ്റൊരു ഒന്നാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദ് സ്തുതി. സ്തുതി എന്ന് പറഞ്ഞാൽ ഇത്രയും ടൈം സ്തുതി എന്ന് പറയുമ്പോൾ, അൽഹംദ് എന്ന് പറയുമ്പോൾ അത് ഒരു പ്രത്യേകമായൊരു വാക്കാണ്. ഇത് വേറെ മറ്റുള്ള ആളുകളോട് ചേർത്ത് പറയാവുന്നൊരു സംഗതിയല്ല. ഹംദ് എന്ന് പറഞ്ഞാൽ ശുക്രും സനാവും രണ്ടും ചേർന്നൊരു സംഗതിയാണ്. നന്ദിയും അതുപോലെ തന്നെ പ്രശംസയും ചേരുന്നതാണ്. നമ്മളിപ്പോൾ ഒരാൾക്ക് നമുക്കെന്തെങ്കിലും ഉപകാരം ചെയ്തെന്നാൽ അയാളോട് നമ്മൾ നന്ദി പറയും. അത് അയാളോടുള്ള ബാധ്യതപ്പെട്ടതുകൊണ്ടുള്ള നന്ദിയാണ്. അതേസമയത്ത് ഒരാളെ പ്രശംസിക്കുന്നത് അയാൾ ചിലപ്പോൾ പേഴ്സണലി നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടാവില്ല, പക്ഷെ അയാളെ നന്മകൾ വ്യാപകമാണ്. അപ്പോൾ അയാളെ നമ്മൾ നന്നാക്കി പ്രശംസിച്ച് പറയും. ഇങ്ങനെയാണ് ശുക്രും സനാവും തമ്മിൽ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം. ഇത് രണ്ടും കൂടിയും ചേർന്നതാണ് ഹംദ് എന്ന് പറയുന്നത്. അൽഹംദ് സർവസ്തുതിയും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സാധനം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ് എന്ന് പറഞ്ഞാൽ സ്തുതി, അതായത് ശുക്രും സനാവും എല്ലാം രണ്ടും കൂടി ഒന്നിച്ച് ചേർന്ന സാധനം. അത് അള്ളാഹുവിന് റബ്ബിന് മാത്രമാകുന്നു. റബ്ബുൽ ആലമീൻ അത് വളരെ വിശദമായിട്ട് പറയേണ്ട സംഗതിയാണ്. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ആലമീങ്ങളുടെ റബ്ബാണ്. റബ്ബെന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ച് പരിപാലിച്ച് സമയബന്ധിതമായി നോക്കി പോറ്റി വളർത്തി കൊണ്ടുവരുന്ന സൃഷ്ടാവ് ആ റബ്ബെന്ന് പറഞ്ഞാൽ. ആ റബ്ബിനെ മനസ്സിലാക്കുകയും ആ റബ്ബിന് സ്തുതി അർപ്പിക്കുകയും അഖീദയുടെ ഒന്നാമത്തെ ഭാഗം. റബ്ബിനെ കൃത്യമായി മനസ്സിലാക്കുകയും അവന് നൽകുന്ന പ്രശംസ അവൻ നൽകുകയാണ്. ഹംദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ മനസ്സറിഞ്ഞ് നിസ്കാരത്തിൽ പറയുമ്പോൾ അതിൻ്റെതായ ഒരു ആ ഹംദ് നമ്മൾ അള്ളാഹുവിന് സമർപ്പിക്കുന്നു. ആ റബ്ബിനെ നമ്മൾ മനസ്സിൽ കൃത്യമായി മനസ്സിലാക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഹംദ് ചെയ്യുന്നത്. ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചും തുടർന്ന് അതിനെക്കുറിച്ചുള്ള അവൻ്റെ ഖദറുകളും അവൻ്റെ ഖുദ്റത്തും മറ്റു അവനെക്കുറിച്ച് വിശദമായ ഒരു ധാരണ അത് നമ്മൾ അഖീദയിലൂടെ പഠിക്കുന്നതാണ്. അത് നമ്മൾ എല്ലാം ഒറ്റ മനസ്സിൽ നമ്മൾ ആ മനസ്സിൻ്റെ ബ്രെയിനിൻ്റെ സ്പീഡിൽ ഇതൊക്കെ നമ്മൾ ധാരണയിൽ വരും. റബ്ബെന്ന് പറയുമ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിനടുത്ത് പോയാൽ അർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ നേരത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ടുണ്ട്. ആ സിഫത്ത് ഒന്നുകൂടെ ആവർത്തിക്കുന്നു. അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തിൽ ഇല്ലാത്തതാണെന്നാണ് കൂട്ടിയാൽ പ്രധാനമായി പിന്നെയും അതെടുത്ത് പറയുന്നു. അർ റഹ്മാനിർ റഹീം പരമകാരുണികനാണ്. അതുപോലെ തന്നെ കരുണാനിധിന്നോ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ആ അർത്ഥം മനസ്സിലാക്കി എന്താണ് അതിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ ഉൾപ്പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കണം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ വ്യാപകമായി പരമമായി കാരുണ്യം ചെയ്യുന്നവൻ. റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അതായത് എസ്പെഷ്യലി മേഴ്സിഫുൾ, വളരെ സെലക്റ്റീവായിട്ട് വിശ്വാസികൾക്ക് മാത്രം, അത് അർഹിക്കുന്നവർക്ക് മാത്രം അള്ളാഹു നൽകുന്ന അവൻ്റെ കാരുണ്യം. അത് പരലോകത്താണ് അതിൻ്റെ പ്രത്യേകമായി അത് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ലോകത്തും വിശ്വാസികളായ ആൾക്കാർക്ക് അള്ളാഹു പ്രത്യേകമായ ചില കാര്യങ്ങൾ പല സന്ദർഭങ്ങളിലായിട്ട് അള്ളാഹു ചെയ്യുകയും ചെയ്യും. അപ്പം റഹ്മാനും റഹീമും ആ സിഫത്ത് ഒന്നുകൂടെ പറയുന്നു. പിന്നെ അടുത്തത് മാലിക് യൗമുദ്ദീൻ ആണ്. മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് യൗമുദ്ദീൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ അഖീദയുടെ ഭാഗമായി ഖുർആനിൻ്റെ സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യ ഭാഗം. നമ്മളത് 3 ഭാഗമാക്കിയാൽ ഒന്നാമത്തെ ഭാഗമാണ് അഖീദയുടെ ഭാഗം. അതിൽ അവസാനത്തെ ഭാഗമാണ് മാലിക് യൗമുദ്ദീൻ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഈ റബ്ബ് സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ റബ്ബുൽ ആലമീനായ അർ റഹ്മാനും റഹീമുമായ പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ മാലിക് യൗമുദ്ദീൻ. അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ അഖീദ നമ്മുടെ മനസ്സിൽ എങ്ങനെ കൃത്യമായി ആവർത്തിക്കുന്നതോടുകൂടെ അർത്ഥത്തോടെ പറഞ്ഞെങ്കിൽ നമ്മൾ കൃത്യമായി നമുക്ക് അതിനെക്കുറിച്ച് അള്ളാഹിനെ കുറിച്ചുള്ളൊരു ധാരണ കൃത്യമായിട്ട്
അതിങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവും. മാലിക് യൗമുദ്ദീൻ, പരലോകത്തെ യൗമുദ്ദീനിൻ്റെ, യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ പകരം നൽകുന്ന ദിവസം, പ്രതിഫലം നൽകുന്ന ദിവസം. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ, ദീൻ എന്ന് പറഞ്ഞാൽ ചെയ്തതിന് കൂലി കൊടുക്കുന്ന ദീൻ പറയും. അപ്പോൾ യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകുന്ന ആ നാളിൻ്റെ ഉടമസ്ഥൻ. ആ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ അത് പരമാധികാരമാണ്. അതിനെക്കുറിച്ച് വളരെ കൃത്യമായി വിശദമായിട്ട് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിന് വിഷയത്തിൽ പറയാനുണ്ട്. അതായത് പിന്നെ അള്ളാഹുവിൻ്റെ പരമാധികാരം, ഒരു മനുഷ്യനും ഒരു അധികാരവുമില്ല. ഈ ദുനിയാവിൻ്റെ ക്രമത്തിലൊക്കെ അള്ളാഹു പലർക്കും പലതരത്തിലുള്ള അധികാരങ്ങൾ നൽകി തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അധികാരമുണ്ട്. എല്ലാവർക്കും ഓരോ മനുഷ്യനും, അതായത് കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലൂൻ അൻ റഅയ്യതി, എല്ലാവരും ഭരണാധികാരികളാണ്, ഏൽപ്പിക്കപ്പെട്ടവരാണ്, മസ്ഊലുകളാണ്. നമുക്ക് നമ്മുടേതായ ഒരു ഭരണീയരുണ്ട്. അത് ചിലർക്ക് കുടുംബമായിരിക്കാം, ചിലർക്ക് സംഘടനയുടെ നേതൃത്വത്തിലുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മാനേജറായിരിക്കാം. ഈ തരത്തിലെല്ലാം പലതരത്തിൽ രാജ്യാധിപത്യമായിരിക്കാം, മന്ത്രിയാവാം. അങ്ങനെ പലതരത്തിലുള്ള അധികാരങ്ങളും ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പലർക്കായിട്ട് തന്നിട്ടുണ്ട്. ഇതൊക്കെ പരീക്ഷണത്തിന് വേണ്ടിയാണ്. ആ അധികാരങ്ങളെല്ലാം, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കപ്പെടുക എന്നുള്ളതാണ് ഒരു ദുനിയാവിൻ്റെ ഘടനയിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത്. ഈ അധികാരങ്ങളൊക്കെ പിൻവലിച്ച് പരലോകത്ത് ആർക്കും ഒന്നുമില്ലാത്ത രീതിയിൽ എങ്ങനെയാണോ മനുഷ്യൻ ആദ്യമായി ജനിച്ചത് അതുപോലെ തിരിച്ചു ചെല്ലുന്നൊരവസ്ഥ, അവനും അവൻ ആർജിച്ചെടുത്ത അവൻ്റെ അമലും അവൻ ശുദ്ധമാക്കി വെച്ച അവൻ്റെ മനസ്സും, ഇതൊക്കെയാണ് പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ വിധേയമാകുന്ന വിഷയം. അവിടെ ആർക്കും ഒരു അധികാരവുമില്ല, ഒരു സ്വാധീനവും ചെലുത്താൻ സാധ്യമല്ല. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ചോദ്യങ്ങളൊക്കെ, വിളംബരങ്ങളൊക്കെ, ലിമനിൽ മുൽക്കുൽ യൗം, അള്ളാഹു ചോദിക്കുന്നുണ്ട് പരലോകത്ത് ആർക്കാണ് ഇന്നത്തെ അധികാരം. ആരും അക്ഷരമുണ്ടാനില്ല. സൂറത്തു അമ്മയിൽ പറഞ്ഞില്ലേ, യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്ഫ ലാ യതകല്ലമൂൻ ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ വഖാല സവാബ. മതിയോ? ഓക്കെ, ഫാത്തിഹ തീർത്തോട്ടെ. പിന്നെ ലാ യതകല്ലമൂൻ, അപ്പോൾ അവിടെ ഒരു സംസാരം ആർക്കും സംഭവില്ല. മലക്കുകളുണ്ട്, മറ്റു എല്ലാ ജീവജാലങ്ങളുണ്ട്, ജിന്നുകളുണ്ട്, സകല ജീവജാലങ്ങളും സമ്മേളിച്ച ആ സ്ഥലത്ത് ഇന്നത്തെ അധികാരം ആർക്കാണ്? അപ്പോൾ കഴിഞ്ഞ ദുനിയാവിലും അധികാരം വേറെ ആർക്കും ഒന്നും അർത്ഥമില്ല. എന്തായാലും അത് പലർക്കും അള്ളാഹ് തന്നെ വീതിച്ചു കൊടുത്താണ്. ഇവിടെ ആർക്കും ഒരു ഇതുമില്ല. ലൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. ഇന്ന് ആർക്കും ഒന്നും ചെയ്യാൻ ഉടമപ്പെടുത്തിയിട്ടില്ല, ആരുടെ ഒരു സംഗതിയില്ല, എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാകുന്നു. ആ പരമാധികാരമുള്ള ആ വിചാരണ വേളയിൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്താണ്? അവൻ്റെ മനസ്സുമായി, ശുദ്ധമായ മനസ്സുമായി, അല്ലേ? എന്താണ്? ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം, ഒരു ശുദ്ധമായ വിമലീകൃതമായ ഒരു മനസ്സുമായി വന്നവർക്കല്ലാതെ ഒരു സമാധാനവും അവിടെ ഉണ്ടാവില്ല. ആ രീതിയിൽ ദുനിയാവിൽ നിന്ന് നമ്മൾ ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി നന്മകൾ വർദ്ധിപ്പിച്ച് തിന്മകളിൽ നിന്ന് ഇസ്തിഗ്ഫാർ നടത്തി തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് ആ രീതിയിലൊക്കെ ഇവിടുന്ന് ചെയ്താൽ നമുക്ക് അള്ളാഹു നൽകിയ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായി ഉപയോഗിച്ച് അതൊക്കെ വേണ്ട വിധം ചെയ്ത് ഒക്കെ ചെയ്താൽ ആ പരമാധികാരിയുടെ നീതി നടപ്പാക്കുന്ന ആ യൗമുൽ ഹിസാബിൽ അതിനെക്കുറിച്ചാണ് അള്ളാഹുവിടെ മാലിക് യൗമുദ്ദീൻ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഖീദയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം മാലിക് യൗമുദ്ദീൻ, ഇതാണ് ഫാത്തിഹയുടെ ആദ്യ ഭാഗം. അങ്ങനെയുള്ള റബ്ബിനെയാകുന്നു ഞാൻ ആരാധിക്കുന്നത് എന്ന് നേർക്ക് നേരെ അള്ളാഹുവിനോട് നേർക്ക് നേരെ നമ്മൾ മുനാജാത്ത് നടത്തുന്ന ഒരു സന്ദർഭമാണ് ഫാത്തിഹയിലുള്ളത്. ഇത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ അള്ളാഹുവിനാണ് സർവസ്തുതിയും, പിന്നെ റഹ്മാനാണ്, റഹീമാണ്, മാലിക് യൗമുദ്ദീനാണെന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം അള്ളാഹുവിനോട് നേർക്ക് നേരെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ചവനോട് നേർക്ക് നേരെ നമ്മൾ പറയുന്ന ഒരു കരാർ വളരെ ഗൗരവത്തിലാണ്. ഇത് 17 പ്രാവശ്യം നിർബന്ധമായും അത്രയും അധികം സുന്നത്ത് ചെയ്യുന്ന ആൾക്ക് അത്രയും അധികം പ്രാവശ്യം നമ്മൾ പറയുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇവിടെ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അത് അവസാനം പറയാന്ന് വെച്ചാണ്, സമയമുണ്ടോന്ന് അറിയില്ല. അവിടെ ഹാദാ ബൈനി വ ബൈന അബ്ദി,
എന്ന് പറയുന്നുണ്ട്. എന്തെന്ന്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇത് പറയുമ്പോൾ അള്ളാഹ് തിരിച്ചിങ്ങോട്ട് പറയുന്നതാണ്, ഇതാണ് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ബന്ധം, കരാർ. അള്ളാഹു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഒരുപാട് വിശദീകരണങ്ങളിലേക്കും അർത്ഥതലങ്ങളിലേക്കും അഭിപ്രായ വ്യത്യാസങ്ങളിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. എന്നാൽ ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്, ഫാത്തിഹയിലെ സത്താണ്. ഈ നിർവചനം, ഈ ഒരു പ്രതിജ്ഞയാണ് ഇസ്ലാമിൻ്റെ ആണിക്കല്ല് തൗഹീദ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനെ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. സഹായ തേട്ടം എന്നത് അള്ളാഹുവിനോട് മാത്രം വേണ്ട സംഗതികളാണ്. ഇവിടെ ഇതിൻ്റെ നിർവചനത്തിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പോയ സംഗതികളാണ്. ആ മനുഷ്യൻ്റെ പരിധി വെച്ചുകൊണ്ട് അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം സഹായങ്ങൾ ആവശ്യപ്പെടുകയോ തേടുകയോ ഒക്കെ ചെയ്യാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അതൊക്കെ അദൃശ്യമായ ഒരു മേഖലയിലേക്ക് പോവുകയും അത് ഇബാദത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നൊരു വിഷയമായി മാറുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മുടെ വിശദമായ ചർച്ചകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഏതായാലും അവിടെ ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ പറയേണ്ട കാര്യമാണ്. പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതായിട്ട് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ആളുകളോട്, മനുഷ്യന്മാരോട് തന്നെ വലിയ വലിയ ഉലമാക്കളൊന്നും സഹായം ചോദിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളം കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഈ പരസ്പര സഹായം പോലും ചോദിക്കാതിരില്ല എന്നാണ് ഈ ആയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് പണ്ഡിതന്മാർ അത്ര പോലും സൂക്ഷ്മത കാണിക്കുന്നവരായിരുന്നു. അത് മനുഷ്യന്മാരുടെ കഴിവിൽ പരസ്പരം തആവനൂ ബിൽ ബിർരി വത്തഖ്വ അങ്ങോട്ടും സഹായിക്കാവുന്നതാണെങ്കിൽ പോലും ഈ ആയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് അതുപോലും ചോദിക്കാറില്ല, അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ അവൻ അള്ളാഹുവിനോട് ചോദിക്കുമെന്ന് പറഞ്ഞല്ലോ. നിസ്സാരമായ ഒരു കാര്യമായാൽ പോലും അവൻ ആദ്യം അള്ളാഹുവിനോട് ചോദിക്കും. എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇറങ്ങി വന്ന് ചെരുപ്പിൻ്റെ വാർത്തയൊന്നും നടത്തലില്ല. അവനൊരു ചെറിയൊരാവശ്യം വന്നാൽ പോലും അള്ളാഹ് എൻ്റെ ചെരുപ്പിൻ്റെ വാറ് പോയി, അതിനൊരു പരിഹാരമുണ്ട്. പക്ഷേ ആ ഒരു ചോദ്യം ഏത് വിഷയത്തിലായാലും ഇസ്തിആനത്ത് അള്ളാഹുവിനോടായിരിക്കണമെന്ന തൗഹീദിൻ്റെ അടിസ്ഥാനപരമായി ഇവിടെയാണ് പലതരത്തിലും ശൈത്താന്മാർ കയറി, ഇബ്ലീസ് കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതരത്തിൽ ഓട്ട വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ കൂടുതൽ അങ്ങോട്ട് പോകാൻ സമയമില്ല, ഇത് അതിൻ്റെ മണം വരുന്നുണ്ട്. ഈ മാലിക് യൗമുദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇനി അത് നമ്മൾ കരാറാക്കിയതിന് ശേഷം അള്ളാഹുവിനോട് ആദ്യത്തെ ഇസ്തിആനത്ത് പ്രാർത്ഥന, അതാണ് ഈ സൂറത്തിന് സൂറത്തു ദുആ എന്നൊരു പേരുണ്ട്. അത് ഇതുകൊണ്ടാണ്. എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇതൊക്കെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ സിറാത്തുൽ മുസ്തഖീമിൽ വഴി നടത്തണം, സിറാത്തുൽ മുസ്തഖീമിൽ എന്നെ വഴി നടത്തണം എന്ന് അള്ളാഹുവിനോട് ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രാർത്ഥന. ഒന്നാമത്തെ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? നമുക്ക് കിട്ടേണ്ട അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ഏറ്റവും വലിയ സാധനം ഹിദായത്താണ്. ബാക്കിയെല്ലാം ശേഷമാണ്. എല്ലാം ഉണ്ടായിട്ടും ഹിദായത്തില്ലെങ്കിൽ എന്തിനാ പറ്റുക? നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നമുക്ക് അള്ളാഹുവിങ്കിൽ സ്വീകാര്യമല്ലാത്ത ഈ സംഗതികളൊക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്താനും അതിലൂടെ വഴി നടത്താനും നമ്മൾ അള്ളാഹുവിനോട് 17 പ്രാവശ്യം നമ്മൾ നിർബന്ധമായും ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹ് തന്നെ ചോദിപ്പിക്കുന്നതായിരുന്നു. അതിൽ തുടർന്ന് നിൽക്കാനും അതിൻ്റെ മാർഗം ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ. എന്നിട്ടും അള്ളാഹു നമ്മൾക്കൊണ്ട് അതിൻ്റെ വിശദീകരണം പറയിക്കാം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, എന്താണ് മാർഗം എന്ന് നമ്മൾ തന്നെ പറയാം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ഏതാണ് സിറാത്ത്? നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണത്. നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്, അത് നമ്മൾ തന്നെ പറയാണ്. ആരാണ് അനുഗ്രഹിച്ചത്? സൂറത്തിൻ്റെ വിശദീകരണത്തിൽ വേറെ സ്ഥലത്തുണ്ട്. ഇതാണ് ഉലൈക അല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അതായത് അള്ളാഹു അനുഗ്രഹിച്ച നബിമാരെ സത്യപ്പെടുത്തിയ സിദ്ദീഖുകളുടെ, അതിനുവേണ്ടി ജീവാർപ്പണം ചെയ്ത ശഹദാക്കളുടെ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആ മാർഗം പിൻപറ്റിയിരുന്ന സാലിഹീങ്ങളുടെ, ഇവരുടേതാണ് മാർഗം. അതാണ് സിറാത്തുൽ മുസ്തഖീം. അപ്പോൾ നമ്മൾ സിറാത്തുൽ മുസ്തഖീം അന്വേഷിച്ചുകൊണ്ട് എവിടെയാണ്? നബിമാരെയാണ്, സിദ്ദീഖുകളാണ്, ശുഹദാക്കളെയാണ്, സാലിഹീങ്ങളാണ്. ഇവരുടെ മാർഗമാണ് നമ്മുടെ മാർഗം എന്ന് നമ്മൾ തന്നെ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് അർത്ഥം. ഇതാണ് ജീവിത രീതി. അപ്പോൾ അത് നമ്മൾ പറയാണ്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം.
ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ഇനി എന്താണ്, ഇനി എന്തെല്ലാന്ന് കൂടെ പറയാം. അപ്പം വളരെ വഴി വളരെ ക്ലാരിറ്റി ആയി നടക്കും. ആ നേർമാർഗം എന്നത്, സിറാത്തുൽ മുസ്തഖീം എന്നത്, ആ നേർമാർഗം എന്നത് കൃത്യമാണ്. അത് വളയാനുള്ള സാധ്യതകൾ കൃത്യമായിട്ട് അടക്കിയിരിക്കുകയാണ്. അത് നമ്മൾ ബോധവൽക്കരിക്കുകയാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രീഭൂതരായ ആളുകൾ. അവരുടെ എന്താണ്, അവർക്ക് വിവരമുണ്ട്, എന്താണെന്ന് കൃത്യമായി ധാരണയുണ്ട്, എന്നാൽ അതനുസരിക്കാൻ തയ്യാറില്ല. ജൂതന്മാരെന്ന് നമുക്ക് മുഫസ്സിറുകളൊക്കെ പറയും, യഹൂദികളെ പോലെയുള്ള ആളുകൾ. ജൂതന്മാരെന്ന് ബ്രാൻഡ് ചെയ്തിട്ട് അവർ മാത്രമാണ് മനസ്സിലാക്കേണ്ട. യഹൂദികളെ പോലെയുള്ള ആളുകൾ, അവരും അവരുടെ മാർഗം പിൻപറ്റുന്ന ആളുകൾ ആരായാലും. അതുപോലെ തന്നെ വലദ്ദാലീൻ, സ്വയം വഴിപഴിച്ച് വിവരമില്ലാതെ, ജഹാലത്ത് ഒന്നും അറിഞ്ഞുകൂടാ, കിതാബ് പേര് നടക്കുന്ന ആളുകളാണ്. പക്ഷേ എന്താണ് ഇതിൽ പറഞ്ഞതെന്ന് പോയി അറിയില്ല, അതിനെക്കുറിച്ച് ധാരണയില്ല, അങ്ങനെ വഴികേടിലായിപ്പോയ ആളുകൾ. അത് ക്രിസ്ത്യാനികളാണെന്നും മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നു. ആ രീതിയിലുള്ള ആളുകൾ. അപ്പോൾ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, വിവരമുണ്ടായിട്ടും കൃത്യമായി അനുധാവനം ചെയ്യാനോ അനുസരിക്കാനോ തയ്യാറില്ലാത്ത ധാർഷ്ട്യമുള്ള ആളുകൾ, ജൂതന്മാരെ പോലെയുള്ള എന്ന് പറയാം. അല്ലെങ്കിൽ വലദ്ദാലീൻ, ഇങ്ങനെ ജഹാലത്തിൽ അടിപ്പെട്ട് ജഹലെന്താന്ന് പോലും അറിയാത്ത രീതിയിൽ ആ മാർഗഭ്രംശം സംഭവിച്ചു പോയ ക്രിസ്ത്യാനികളെ പോലെയുള്ള ആളുകൾ. അപ്പോൾ ഈ ആളുകളുടെ മാർഗത്തിലും അല്ല. അപ്പോൾ സിറാത്തുൽ മുസ്തഖീം എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും മാർഗം നമ്മൾ മനസ്സിലാക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡീവിയേറ്റഡ് സെക്ട് ആരിലാണോ ഇവരുടെ ഒന്നും മാർഗമല്ല എന്ന് പറയുകയാണെങ്കിൽ ഇവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഇതൊക്കെയാണ് ഖുർആനിലെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ വിശദീകരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജൂതന്മാർ എങ്ങനെ വഴിവെച്ചു, എന്താണ് അവരുടെ വ്യത്യാസം, ക്രിസ്ത്യാനികൾ എന്തായിരുന്നു, അവരുടെ വിശ്വാസ വൈകല്യങ്ങൾ എന്താണ്, അവരുടെ മറ്റു ജീവിത രീതിയിലുള്ള അപാകതകൾ എന്താണ്, ഇതൊക്കെയാണ് തുടർന്നുള്ള ഖുർആനിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞ പോലെ ഖുർആനിൻ്റെ സത്ത എന്നത് അതിൻ്റെ അടിസ്ഥാനപരമായി നമ്മൾ നിസ്കാരത്തിലൂടെ നമ്മളത് 17 പ്രാവശ്യമെങ്കിലും ബോധപൂർവം പാരായണം ചെയ്യുന്ന നേരം ഈ ഒരു അഖീദയും നമ്മുടെ ജീവിത രീതിയും സംസ്കാരവും ഒക്കെ അതിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിതമായി നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ കൂടുതലായി തെളിഞ്ഞു വരാനും ആ ഒരു ആദർശ മാർഗത്തിൽ സ്ഥിരതയോടുകൂടി മുമ്പോട്ട് പോകാനും ഒക്കെ ഈ ഫാത്തിഹയിലൂടെ പഠനത്തിലൂടെ അതിൻ്റെ അർത്ഥങ്ങൾ കൂടുതലായി വിശദീകരണത്തിലൂടെ പഠിക്കും വഴി നമുക്ക് ആ ജീവിതം ചിട്ടപ്പെടുത്താൻ സാധിക്കും. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ധൃതിയിൽ പറഞ്ഞുകൊണ്ട് പലതും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ക്ലാസ്സുകളിലൂടെ